के लिए ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് കുവൈറ്റിൽ ഒരു 40 പേരോളം മരിച്ചു, തീ കത്തി കുവൈറ്റിൽ. അത് ഭയങ്കര ദാരുണമായ സംഭവമായി പോയി. ഒന്നിനും പറ്റുന്നില്ല. എന്തു പറ്റി? ന്യൂസ് കണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? മൂഡ് ഔട്ടായോ? കുക്കിങ്ങിനുള്ള മൂഡ് പോയോ? ആ പോൾ കൈസെ ഹോ? ടീക്ക് സുഖം സുഖം. കൈസെ ആപ് ഖാന ഖായ? കൈസെ ആപ്? ചെമ്മീൻ ഫ്രൈ, വഴുതന ഉപ്പേരി. ആ ചെമ്മീൻ ഫ്രൈ, വഴുതന. ആ വഴുതനങ്ങ ഈ വട്ടത്തിലരിഞ്ഞിട്ടുണ്ടല്ലോ, മസാലയൊക്കെ പുരട്ടിയിട്ട് ഇച്ചിരി നാരങ്ങാ നീരൂടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം. അതിന് ശേഷം വറുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. വട്ടത്തിലരിയണം, സ്ലൈസായിട്ട്. നല്ല രുചിയാണ്. അത് ഞാനൊരു ദിവസം ചെയ്യാം. അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ നാരങ്ങാ നീരൂടെ വേണം. ആ പോൾ ഖാന ഖായമേ അബി റൊട്ടി ഖായ. അതാ പറഞ്ഞ ജിജി, നമ്മളെപ്പോലെ ജീവിക്കാൻ പറ്റുന്ന ഈ ചൂടുകാലം ആകുമ്പം ഗൾഫിൽ ഈ തീ കത്തുന്ന സംഭവങ്ങൾ കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. ആ വീട്ടിൽ ചെടിയുണ്ടോ? ആഹാ. ആ വീട്ടിൽ ചെടിയുണ്ടല്ലേ? ആഹാ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. വഴുതനങ്ങയുടെ അല്ലേ? വഴുതനങ്ങയുടെ ചെടി. ആ നിങ്ങളും ഞങ്ങളും. പോൾ ലൈക്ക് മാർദോ. ആ വീഡിയോ നോക്ക്, കാണാം. ഓക്കെ ഞാൻ നോക്കാം. പുതിയതായിട്ട് പോസ്റ്റ് ചെയ്തായിരുന്നു വീഡിയോ. ആ വർഗീസ് ചേട്ടാ, എന്ത് പറയുന്നു? സുഖമല്ലേ? ആ ബഹുത് ഗർമി है इधर, ज़्यादा गर्मी है. ഗൾഫ് है ना, ഗൾഫ് में ज़्यादा गर्मी है. വർഗീസ് ചേട്ടൻ എന്ത് പറയുന്നു? വർഗീസ് ചേട്ടൻ്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞോ? മഴയൊക്കെ ഉണ്ടോ അവിടെ? ആ ഇവിടെ ഒന്നുകൂടി. ജിജി എവിടെ? നാട്ടിലാണോ അതോ എവിടെയാണ് ജിജി? നാട്ടിലല്ലേ? വർഗീസ് ചേട്ടൻ ലൈക്ക് അടിച്ചു. വിൻസെൻ്റ് ചേട്ടാ എന്ത് പറയുന്നു? സുഖമല്ലേ? വിൻസെൻ്റ് ചേട്ടൻ്റെ ഇന്ന് ലൈക്ക് ഇല്ല, ഇത് ലൈവ് ഇല്ലേ? ഉണ്ടാവുമല്ലോ. പ്രീതിക വർഗീസ് ചേട്ടാന്ന് വിളിക്കുന്നു. ലൈക്ക് മേരാ ഹേ മേ. ഓക്കെ, താങ്ക് യു പോൾ. വിൻസെൻ്റ് ഹായ് വർഗീസ് എന്ന് വിളിക്കുന്നു. ആ അയ്യോ, ജിജി കുവൈറ്റിലായിരുന്നില്ലേ? ഓക്കെ എനിക്കറിയത്തില്ലായിരുന്നു. അത് ഭയങ്കര സംഭവമായിപ്പോയി. ഗൾഫിൽ എല്ലായിടത്തും ഈ സമയമാകുമ്പം ചൂട് കൂടുമ്പം ഒരുപാട് കത്തൽ നടക്കുന്നതാണ്. അത് ഈ സീസണിൽ വരുന്നതാണ്. ഋതിക വിൻസെൻ്റ് ചേട്ടാന്ന് വിളിക്കുന്നത്. വിൻസെൻ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. നാളെ നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ. വരുന്നതിന് കീഴടങ്ങുക, അത്രയേ ഉള്ളൂ. അല്ലാതൊന്നുമില്ല. നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഹായ് ഡിയർ എന്ന് പറയുന്നത് വർഗീസ് ചേട്ടൻ. ഋതികയെന്ന് വിളിക്കുന്നു. വർഗീസ് ചേട്ടൻ കഴിച്ചായിരുന്നോ? വൈകിട്ട് എന്തോ കഴിച്ചേ? ജിജി ആഹാരമൊക്കെ കഴിച്ചോ? അത് ന്യൂസ് കണ്ടുകൊണ്ടൊന്നും തോന്നിയില്ലേ അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ ദിവസം എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ കൂടി പോകുന്നത് ഗൾഫിലൊക്കെ ആണെങ്കിൽ. ഹായ് നിങ്ങളും ഞങ്ങളും എന്ന് വിൻസെൻ്റ് ചേട്ടൻ വിളിക്കുന്നു. വിൻസെൻ്റ് ചേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞോ? വിൻസെൻ്റ് ചേട്ടൻ സൗദിയിലാണല്ലോ. വിൻസെൻ്റ് ചേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞോ? കഴിക്കാൻ പോകുന്നത്. എന്താണ് വർഗീസ് ചേട്ടാ ഇന്നെന്താണ് ഡിന്നർ കഴിക്കാൻ? വർഗീസ് ചേട്ടന് ഇത് മൊബൈലിലാണോ നോക്കുന്നത് അതോ ലാപ്ടോപ്പ് വല്ലതും ഉണ്ടോ? വിൻസെൻ്റ് ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ചൂട് കൂടുതലല്ലേ? വന്നു കഴിഞ്ഞപ്പം എന്താണ് പറഞ്ഞത്, ലൈവ് ഇടണോ വേണ്ടായോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറേ നാളായി ലൈവ് ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അന്നത്തെ മൂടാണ്. ആഹാരം കഴിച്ചു. ഞാൻ വന്നു, ചപ്പാത്തി കഴിച്ചു, ഉണ്ടാക്കി, പിന്നെ കറി ചൂടാക്കി കഴിച്ചു. ഞാൻ ന്യൂസ് കാണുന്നില്ല. ഋതിക ന്യൂസ് കാണണം. നമ്മളെപ്പോഴും ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവം നമ്മൾ ഒരുപാട് നമുക്കത് ഉപകാരം ചെയ്യും പലയിടത്തും. വന്നല്ലോ, എന്തുകൊണ്ടല്ലേ? വിശേഷം സുഖമല്ലേ? ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അന്നേരം ഡ്യൂട്ടിയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ചുമ്മാ മെസ്സേജ് അയച്ചത്. അന്നേരം മൊബൈലിലാണ് കാണുന്നതല്ലേ? അപ്പോൾ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ പാടാണ്. കണ്ണൂർ ലൈക്ക് 4 അടിച്ചു. ഋതിക ഇന്ന് കാണുന്നില്ല. ഈ കുവൈറ്റിലെ സംഭവം കൊണ്ടാണോ? ഇവിടെ സ്ഥിരമായിട്ട് ഇത് നടക്കുന്ന സംഭവമാണ്. ലേന ചോദിക്കുന്നു, ഋതിക സുഖമാണോ? ചായ കുടിച്ചോ? എന്തുമാത്രം ആൾക്കാർ വണ്ടി ഇടിച്ച് കൺസ്ട്രക്ഷൻ സൈറ്റിലെ മുകളിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയാണ്. പി എന്ത് പറയുന്നു? വീഡിയോ കണ്ടായിരുന്നു. എൻ്റെ പ്ലാനിങ് എല്ലാം ആണല്ലോ പി എടുത്തുകൊണ്ട് പോകുന്നത്. ബുർജ് ഖലീഫ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ നൈറ്റ് ഷൂട്ട് ചെയ്തില്ലല്ലോ. അത് ഞാൻ നൈറ്റിന്